ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾ വളരെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാനും അധികാരം പിടിച്ചെടുക്കാനും ശ്രമിച്ച ട്രംപിനെ സ്വന്തം കാൽക്കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ശക്തിയായ അമേരിക്കയ്ക്ക് മുന്നിൽ പോലും തലകുനിക്കാത്ത നേതാവാണ് മോദി. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാണ് പല രാജ്യങ്ങളിലെയും നേതാക്കൾ ശ്രമിക്കുന്നത്. ട്രംപിന്റെ ഇപ്പോൾ ഈ ചുവടുമാറ്റവും അതിന്റെ ഉദാഹരണമാണ്. അടുത്ത വർഷം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നും ഓവൽ ഓഫീസ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മോദി മികച്ച സുഹൃത്തെന്ന് പ്രശംസിച്ച ട്രംപ് ഊർജ്ജ ഇറക്കുമതിയിൽ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചന നൽകി. റഷ്യൻ ഊർജം വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരായ തന്റെ ഭരണകൂടത്തിന്റെ കർശന നടപടികൾക്കനുസൃതമായി ഇന്ത്യയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വലിയ തോതിൽ നിർത്തിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. പ്രധാനമന്ത്രി മോദി റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഏറെക്കുറെ നിർത്തി. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച മനുഷ്യനാണ്. ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് മനസ്സിലാകും. ഞാൻ പോകും. പ്രധാനമന്ത്രി മോദി ഒരു മികച്ച മനുഷ്യനാണ്. ഞാൻ പോകും. ട്രംപ് എടുത്തു പറയുകയാണ് ചെയ്തത്. അടുത്ത വർഷം ഇന്ത്യയിലേക്ക് പോകാൻ പദ്ധതിയുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ ആയിരിക്കാം അതെ എന്നും ട്രംപ് മറുപടി നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഏറ്റവും പുതിയ പരാമർശങ്ങൾ വന്നത്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇന്ത്യയുടെ തുടർച്ചയായ വാങ്ങലുകളെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വാഷിംഗ്ടൺ അടുത്തിടെ ഇന്ത്യൻ ഇറക്കുമതിക്ക് 50% തീരുവയും 25% അധിക തീരുവയും ഏർപ്പെടുത്തി. പ്രസിഡന്റ് പോസിറ്റീവാണ്. ഇന്ത്യ-US ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ശക്തമായ വികാരമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വൈറ്റ് ഹൗസിൽ നിരവധി ഉന്നത ഇന്ത്യൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരോടൊപ്പം ഓവൽ ഓഫീസിൽ ദീപാവലി ആഘോഷിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസ് വക്താവ് കരേലിൻ ലീവറ്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വ്യാപാര അസന്തുലിതാവസ്ഥയും ഊർജ്ജ ആശ്രയത്വവും പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നതിനാൽ ഇരു സർക്കാരുകളും തമ്മിലുള്ള ഇടപെടൽ വർദ്ധിക്കുന്നതിനെക്കുറിച്ചാണ് അവരുടെ അഭിപ്രായങ്ങൾ സൂചന നൽകുന്നത്. ഈ വർഷം ആദ്യം നടത്തിയ ഏഷ്യൻ പര്യടനത്തിനിടെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ നല്ല നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മോസ്കോയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുമെന്ന് മോദി വ്യക്തിപരമായി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. എന്നാൽ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ദോഷം വരുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ മോദി തയ്യാറല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂർമ്മ ബുദ്ധിയോടെ തന്ത്രപരമായി അതിനെ മറികടക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യ US-നെയും ചൈനയും പിന്നിലാക്കി ആഗോള ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതിനുള്ള ചുവടുവയ്പിലാണ് ഇപ്പോൾ രാജ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വരുന്നത്. നമുക്കറിയാം, ട്രംപ് കുറച്ചു നാളുകളായി നരേന്ദ്രമോദിയെ കാണണമെന്നും നരേന്ദ്രമോദിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു അവസരം നരേന്ദ്രമോദി നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് 4 തവണ ട്രംപ് മോദിയെ വിളിച്ചു. പക്ഷേ എന്നിട്ടും അത് കൃത്യമായി ഒരു രീതിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാമതും അധികാരത്തിലേറിയ ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും കടുത്ത നടപടിയായിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് മേലുള്ള കനത്ത തീരുവ ചുമത്തൽ. അമേരിക്കയുടെ വ്യാപാര പങ്കാളിയായ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ കനത്ത തീരുവ ആഗോള വിപണിയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഇത് വ്യാപാര യുദ്ധത്തിലേക്കും വഴിതെളിച്ചിരുന്നു. ട്രംപിന്റെ പിടിവാശി മൂലം അമേരിക്കൻ കമ്പനികൾ തന്നെ വലിയ പ്രതിസന്ധിയിലാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. താരിഫിന്റെ പേരിൽ ഇന്ത്യ, കാനഡ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളുമായി ട്രംപ് ഇടയുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ എണ്ണ ഇന്ത്യ പേരിലും വാങ്ങുന്നതിന്റെ പേരിലും, അതായത് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിന്റെ പേരിലും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ഒക്കെ താരിഫ് തലങ്ങും വിലങ്ങും എടുത്തുപയോഗിക്കുന്നത് നിയമവിധേയമാണോ എന്ന ചോദ്യം ഇപ്പോൾ US സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ചുമത്തിയതിന്റെ നിയമസാധുതയാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. സുപ്രീം കോടതി വിധി എങ്ങാനും ട്രംപ് ഭരണകൂടത്തിനെതിരായാൽ അത് ആഗോള വ്യാപാരത്തിലും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും ട്രംപിന്റെ അധികാരത്തിന് പോലും വലിയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കാനിടയുണ്ട്. താരിഫിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായ ശക്തമായ വാദം ട്രംപ് ഭരണകൂടത്തിനെതിരായി ഒരു വിധി ഉണ്ടായേക്കാം എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണമായിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫുകൾ അസാധുവാക്കിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള 3 സാഹചര്യങ്ങളാണ് പറയുന്നത്. താരിഫിനെതിരായ വിധി വന്നാൽ ലോകവിപണിയിൽ അമേരിക്കയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടാനും ഇത് കാരണമാകും. ആഗോള വ്യാപാരത്തിനും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. താരിഫുകൾ സുപ്രീം കോടതി അസാധുവാക്കിയാൽ നിലവിലെ താരിഫ് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച വ്യാപാര ചട്ടക്കൂടുകളും കരാറുകളും പൊളിച്ചെഴുതേണ്ടി വരും.
ഈ കരാറുകൾക്ക് അവയുടെ നിയമസാധുത നഷ്ടപ്പെട്ടാൽ ഇത് അമേരിക്കയുടെ വ്യാപാര പങ്കാളികൾക്കിടയിൽ വീണ്ടും വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കും. ഭാവിയിലും അമേരിക്കൻ വ്യാപാര നയങ്ങളുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടാനും ഇത് കാരണമാകും. വിവിധ രാജ്യങ്ങളുമായി നിലവിലുള്ള വ്യാപാര കരാറുകൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ചൈന, ജപ്പാൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടി വരുമെന്ന് അമേരിക്കയ്ക്ക് വലിയ ബാധ്യത സൃഷ്ടിക്കും. രാജ്യങ്ങൾക്ക് മേലുള്ള നിയമവിരുദ്ധമായാണ് ചുമത്തിയതെന്ന് കോടതി വിധിച്ചാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവർ വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പുതിയ വ്യാപാര നയത്തിനനുസൃതമായി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ ചെലവ് ചുരുക്കുകയും ചെയ്ത അമേരിക്കൻ കമ്പനികളും പ്രതിസന്ധിയിലാകും. കോടതി താരിഫുകൾ അസാധുവാക്കിയാലും ട്രംപ് തോറ്റു പിന്മാറാൻ സാധ്യതയില്ല. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവകൾ പൂർണ്ണമായി ഉപേക്ഷിക്കില്ലെന്ന് ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. താരിഫുകൾ അസാധുവാക്കിയാൽ ട്രംപ് മറ്റു വഴികൾ തേടാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ഇന്ത്യയെ കാണാനും ഇന്ത്യയോട് തങ്ങളുടെ രാജ്യം തന്നെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിലാകുമെന്ന് പറയാനും ട്രംപ് നീങ്ങുമ്പോൾ, മറുഭാഗത്ത് താരിഫുകളുടെ കാര്യത്തിൽ കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ ആ തിരിച്ചടിയെ എങ്ങനെ മറികടക്കും? ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ത്യക്ക് താരിഫ് ഉയർത്തിയത്. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഈ വ്യക്തിപരമായുള്ള താരിഫുകളാണ് ട്രംപിൻ്റെ ഒരു ഏറ്റവും മോശമായ ഒരു നിലപാട് എന്ന് പറയുന്നത്. വ്യക്തിപരമായി കൂടി ആ കാര്യങ്ങളെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ കലുഷിതമായൊരവസ്ഥയിൽ താൻ പറഞ്ഞിട്ടാണ് ഇന്ത്യ വെടിനിർത്തൽ കരാർ വച്ചത് എന്ന് പറയുമ്പോൾ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യക്ക് ഒരു മികച്ച സർക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യ പറയുകയാണ്, നിങ്ങളുടെ തോന്നിയ വാദങ്ങൾ ഇന്ത്യക്ക് മേൽ അടിച്ചമർത്തിയാൽ ഇന്ത്യ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ ട്രംപിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകി. ട്രംപ് ഒരുപാട് വേദികളിൽ അത്തരം പ്രസ്താവനകൾ നടത്തിയപ്പോഴും ഇന്ത്യ താക്കീത് പോലെ പറഞ്ഞു, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ത്യയുടെ അത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യക്ക് തീരുമാനിക്കാൻ കഴിവുള്ളിടത്തോളം കാലം ഇന്ത്യ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ട്രംപിൻ്റെ ഇത്തരം വാദഗതികളെ ഇന്ത്യ ശക്തമായാണ് എതിർത്തത്. അതുകൊണ്ട് തന്നെ ട്രംപിന് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇന്ത്യക്ക് മേലുണ്ട്. പിന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം നിൽക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈൻ്റെ ഭാഗമാണ് ട്രംപ്. സ്വാഭാവികമായും റഷ്യയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും റഷ്യ യുദ്ധം നിർത്തുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയെ സഹായിക്കുന്നത്, ആയുധങ്ങൾ വാങ്ങാൻ സഹായിക്കുന്നത് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു നിലപാട് സ്വയം സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ താരിഫ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികാരപരമായ നടപടി അമേരിക്ക സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. കാരണം ഇന്ത്യ 40 രാജ്യങ്ങളിൽ വിപണി കണ്ടെത്തുകയും ഇന്ത്യയുടേതായ മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ ട്രംപ് പരാജയപ്പെട്ടു ഇന്ത്യക്ക് മുന്നിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സുഹൃത്താണെന്നും മോദിയെ കാണണമെന്നൊക്കെയുള്ള വാദങ്ങളുമായി ട്രംപ് വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്.